എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCK BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഫോർത്ത് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MCSFNCK.com വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം BSc നഴ്സിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതായത് അഡ്മിഷൻസിൽ BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് അപ്ലിക്കൻ ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർത്ത് അലോട്ട്മെന്റ് ലിസ്റ്റ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അതായത് ഏത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർത്ത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ, അതായത് ഏത് അലോട്ട്മെന്റ് എന്നല്ല ഫോർത്ത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ട്മെന്റ്, അതായത് കോളേജ് വൈസ് ആയിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ഒരു കോളേജ് വൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏത് കോളേജിലെ ലിസ്റ്റാണ് അറിയേണ്ടത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റും അതുപോലെ തന്നെ അവിടെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി അതുപോലെ തന്നെ ഈ ഒരു അതായത് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ന്യൂ അലോട്ട്മെന്റ് എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇൻസ്ട്രക്ഷൻസ് ടു ആപ്ലിക്കൻസ് ഓൺ ഫോർത്ത് ഓൺലൈൻ അലോട്ട്മെന്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോർത്ത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 7-ാം തീയതി വൈകുന്നേരം 6 മണിക്കും സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം 3 മണിക്കും ഇടയിൽ അസോസിയേഷൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് സ്ഥിരീകരിക്കേണ്ടതാണ്. അതായത് കൺഫർമേഷൻ ചെയ്യേണ്ടതാണെന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് കൃത്യമായിട്ട് അതായത് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യുക. ടോക്കൺ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് താഴെ പറയുന്ന പ്രകാരം നിങ്ങൾ സ്ഥിരീകരിക്കാത്തവർക്ക് ഈ ഒരു അസോസിയേഷന്റെ തുടർന്നുള്ള ഓൺലൈൻ അലോട്ട്മെന്റിൽ പ്രവേശനത്തിനായിട്ട് ഈ ഒരു അവസരം നൽകുന്നതല്ല. അപ്പോൾ 4ാമത്തെ ഓൺലൈൻ അലോട്ട്മെന്റിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലോഗിൻ ചെയ്ത് പരിശോധിക്കുക. അതിനുശേഷം അലോട്ട്മെന്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് കൺഫേം യുവർ അലോട്ട്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു യൂസർ ഐഡിയും പാസ്വേഡും, അതായത് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആപ്ലിക്കൻ ലോഗിനിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ഈ ഒരു ഫീ പേയ്മെന്റ് ഓൺലൈനായിട്ട് അടക്കുക. അതായത് 25,000 രൂപയാണ്. നിങ്ങൾക്കത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആ ഒരു ചലാൻ നിങ്ങളുടെ പേജിൽ നിന്ന് ഡൗൺലോഡ്, അതായത് പ്രൊഫൈൽ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഫീ പേയ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ഫീ പേയ്മെന്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് കോളേജ് മുൻഗണനകൾ മാറ്റി ചെയ്യും. അതായത് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനോ ഒക്കെ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും റീ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഹയർ ഓപ്ഷൻസ് എല്ലാം ഇനി അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ തുടർന്നും ലഭ്യമായിരിക്കുന്നതാണ്. ഇനി മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകാരം അപേക്ഷകർ നിലനിർത്തിയിരിക്കുന്ന കോളേജ് മുൻഗണനകൾക്കനുസരിച്ച് അടുത്ത അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിക്കുന്ന പക്ഷം പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിലേക്ക് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി അതിനുശേഷം ഈ ഒരു നോയോ യെസ്സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് സ്ഥിരീകരിക്കുകയും അങ്ങനെ അലോട്ട്മെന്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഫോണിലേക്ക് നിങ്ങൾക്ക് ഒരു ഇമെയിൽ സന്ദേശം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയിൽ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് നേരത്തെ നടന്നിട്ടുള്ള അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് സ്ഥിരീകരിച്ചവരും അലോട്ട്മെന്റ് സ്ഥിരീകരിച്ച അതേ കോളേജിലെ മറ്റൊരു വിഭാഗത്തിലേക്ക് അലോട്ട്മെന്റ് മാറിയിട്ടുള്ളവരും, അതായത് നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ സ്റ്റാറ്റസ് ജോയിൻറ്റ് എന്ന് കാണാം, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ ജോയിൻറ്റ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ ചേഞ്ച് ഓഫ് ജോയിൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ തന്നെ എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ച പുതിയ കോളേജിലേക്ക് മാറിയിട്ടുള്ളവർ നിങ്ങൾക്ക് മുൻ അലോട്ട്മെന്റിൽ 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചതിനാൽ വീണ്ടും അടക്കേണ്ടതില്ല. എന്നാൽ മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന തീയതിക്കുള്ളിൽ അലോട്ട്മെന്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകി വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. ഇനി പറയുന്ന 2 കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ്, അതുപോലെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യൽ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നോ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് തുടർന്ന് ലഭ്യമായിരിക്കും. മേൽപ്പറഞ്ഞ പ്രകാരം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മുൻഗണനകൾക്കനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് കിട്ടുന്ന പക്ഷം പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടി വരും.
അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കേണ്ടതാണ്. അതായത് അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ സ്ഥിരീകരിക്കേണ്ടതാണ്. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഇമെയിൽ സന്ദേശമായി നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെപ്റ്റംബർ 9-ാം തീയതി മുതൽ സെപ്റ്റംബർ 11-ാം തീയതി വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കേണ്ടതാണ്. ബാലൻസ് ഫീസ് അടക്കുകയും ബാലൻസ് ഫീസ് അടയ്ക്കുകയും അതുപോലെ തന്നെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുകയും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. അതായത് സെപ്റ്റംബർ 9 മുതൽ 11 വരെയാണ്. അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്തതായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു ഇപ്രകാരം നിങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്തതായിട്ട് കണക്കാക്കുന്നതായിരിക്കും. പിന്നീട് ഓൺലൈൻ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതല്ല. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യ വർഷത്തെ ഫീസാണ് നോക്കുന്നത്. ട്യൂഷൻ ഫീസ് 73,025 രൂപ, സ്പെഷ്യൽ ഫീസ് 23,300 രൂപ, അതിനോടൊപ്പം കോഷൻ ഡെപ്പോസിറ്റ് 10,000 രൂപ. അത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക്, അതായത് ഈ ഒരു നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങളുടെ ആ ഒരു കോഴ്സ് കാലാവധി കഴിഞ്ഞ ശേഷം ഈ ഒരു പൈസ റീഫണ്ട് കിട്ടും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 1,06,325 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കുന്നത് 25,000 രൂപയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് ഫീസ്, അതായത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടക്കേണ്ടത് ഈ ഒരു 81,325 രൂപയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ വിളിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് പൈസ ആയിട്ടാണോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണോ DD ആയിട്ടാണോ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ച പുതിയ കോളേജിലേക്ക് മാറിയിട്ടുള്ളവർ ഈ ഒരു മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അതായത് പുതുതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെത്തി നേരത്തെ പ്രവേശനം നേടിയ കോളേജിൽ സർട്ടിഫിക്കറ്റുകളും ഫീസും അടച്ചതിന് ലഭിച്ച റെസിപ്റ്റിൻ്റെ ഫോട്ടോ കോപ്പികൾ മാത്രം സമർപ്പിച്ചാൽ മതിയാകും. അതായത് റെസിപ്റ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി സമർപ്പിച്ചാൽ മതി. AMCS FNCKയുടെ നേരത്തെയുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പ്രവേശനം നേടിയ കോളേജിൽ അടച്ചിട്ടുള്ള മുഴുവൻ ഫീസും സർട്ടിഫിക്കറ്റുകളും കോളേജ് അധികാരികൾ തന്നെ അസോസിയേഷൻ വഴി പിന്നീട് കൈമാറുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻസലേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും കാരണത്താൽ കോളേജിൽ നിന്ന് പ്രവേശനം നേടിയ ശേഷം പ്രവേശനം റദ്ദ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2024 സെപ്റ്റംബർ 24 വരെ തങ്ങൾക്ക് നിലവിലെ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം ലഭിച്ചുള്ള കോളേജിലെ പ്രിൻസിപ്പാളിന് രേഖാമൂലം നിങ്ങൾക്ക് വിടുതൽ സർട്ടിഫിക്കറ്റുകൾ, അതായത് TC അപേക്ഷ സമർപ്പിച്ച് പ്രവേശനം റദ്ദ് ചെയ്യുന്നതിന് അവസരമുണ്ടായിരിക്കും. അപ്രകാരം നിങ്ങളുടെ പ്രവേശന ഫീസായിട്ട് 1,000 രൂപ കഴിച്ച ശേഷം ബാക്കി മുഴുവൻ തിരിച്ചു തരും. നിങ്ങളുടെ സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് അതുപോലെ പ്രവേശനം, അതായത് കൺഫേംഡ് അലോട്ട്മെൻറ്റ് ആൻഡ് അഡ്മിഷൻ എപ്പോഴെങ്കിലും റദ്ദ് ചെയ്തവർക്ക് അസോസിയേഷൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ പ്രവേശന അവസരം ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ admission@imcsfnck.com വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ ഇമെയിൽ വഴി അറിയിക്കാവുന്നതാണ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയുടെ നമ്പറും അപേക്ഷയുടെ പേരും നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.